ഈ വരുന്ന വെക്കേഷൻ സീസണിൽ സിനിമ കാണണമെങ്കിൽ വല്ല ലോണോ ചിട്ടിയോ വല്ല നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, മാർച്ച് മുതൽ മെയ് വരെ വരാനിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് എൻ്റർടൈനേഴ്സാണ്. അതും സൂപ്പർ താരങ്ങളുടെ സിനിമകളടക്കം. എല്ലാം തുടങ്ങുന്നത് മാർച്ച് 19-നാണ്, പെരുന്നാൾ റിലീസ്. അന്ന് പ്രധാനമായും 3 റിലീസാണുള്ളത്. ഒന്നാമത്തേത് മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കോമഡി സിനിമയുടെ തേർഡ് പാർട്ടാണ്, ആട് 3. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ അടങ്ങുന്ന വമ്പൻ താരനിരയുള്ള ആട് 3 സിനിമ മുൻ ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു ടൈം ട്രാവൽ സിനിമയായിരിക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അത് കാത്തിരുന്ന് കണ്ടേ മതിയാവൂ. അതേ മാർച്ച് 19-ന് തന്നെ ഒരു സിനിമയും കൂടെ വരുന്നുണ്ട്. സിനിമയുടെ പേര് ടോക്സിക്. ഞാൻ പറയാതെ തന്നെ അറിയാം, KGF-ന് ശേഷം യാഷ് നായകനാകുന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ. ഒരു പക്കാ മാസ് എൻ്റർടൈനറാണ് സിനിമ ഒരുങ്ങുന്നത്. ഇനി ഇത് രണ്ടും പോരാഞ്ഞ് മൂന്നാമതൊരു വമ്പൻ ഹിന്ദി സിനിമ കൂടി മാർച്ച് 19 റിലീസ് ആകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, കഴിഞ്ഞ വർഷം എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ദുരന്തർ. രൺവീർ സിംഗ് നായകനായ ആദിത്യ ദത്ത് സംവിധാനം ചെയ്ത ദുരന്തർ. അതിൻ്റെ രണ്ടാം ഭാഗം ദുരന്തർ 2 ദ റിവഞ്ച് മാർച്ച് 19 റിലീസാവുകയാണ്. ഒന്നാം ഭാഗത്തിൻ്റെ റെക്കോർഡുകളെല്ലാം രണ്ടാം ഭാഗം തകർക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ വമ്പൻ 3 റിലീസാണ് മാർച്ച് 19-ന് വരാൻ പോകുന്നത്. ഇനി അവിടുന്ന് നേരെ 2 ആഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 2-ലേക്ക് എത്തിയാൽ ഒരു വമ്പൻ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സിനിമ റിലീസ് കാത്തിരിക്കുന്നത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല, എൻ്റയർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി കൂടിയാണ്. സിനിമയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ദൃശ്യം 3. ചിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മൂന്നാമത്തെ വിസ്മയം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ദൃശ്യം 3. ഒരുപക്ഷെ ഈ വർഷം എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയിൽ ഒന്നാണ് ദൃശ്യം 3. അതുകൊണ്ട് തന്നെ മറ്റാരും ദൃശ്യം 3ക്ക് ക്ലാഷ് വെച്ചിട്ടില്ല. പക്ഷേ ഒറ്റ ടീം ഏപ്രിൽ 3-ന് ദൃശ്യത്തിന് ക്ലാഷ് വെച്ചു. പടത്തിൻ്റെ പേര് വാഴ 2. ഹാഷറും ടീമും ഒന്നിക്കുന്ന വാഴ സിനിമയുടെ സീക്വലായ വാഴ 2. സവിൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ വാഴ ഫസ്റ്റ് പോലെ തന്നെ 4 ചെറുപ്പക്കാരുടെ സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണ്. ഇനി അവിടുന്ന് നേരെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇറങ്ങാൻ പോകുന്നത് ഒരു 3 വമ്പൻ സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ സിനിമകളാണ്. ആദ്യത്തേത് ഏപ്രിൽ 9-ന് പള്ളിച്ചട്ടമ്പി. ടൊവിനോ നായകനാകുന്ന കയാതു ലോഹർ നായികയെ എത്തുന്ന ഈ ഡിജോ ജോസ് ആന്റണി ചിത്രം ഒരു വമ്പൻ പാൻ ഇന്ത്യ പടമായിട്ടാണ് ഒരുങ്ങുന്നത്. പൃഥ്വിരാജും ഈ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഏപ്രിൽ 10-ന് തമിഴ് പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് വരുന്ന 2 സിനിമകൾ. ഒന്ന് സൂര്യയുടെ കറുപ്പ്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സൂര്യ ചിത്രങ്ങളിൽ ഒന്നാണ് കറുപ്പ്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ സൂര്യയ്ക്ക് വലിയൊരു കംബാക്ക് ആകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തേത് കര എന്ന സിനിമയാണ്. പോർത്തൊഴിൽ സംവിധായകനായ വിഘ്നേഷ് സംവിധാനം ചെയ്യുന്ന ധനുഷ് നായകനായെത്തുന്ന കര എന്ന സിനിമ. ഒരു ക്രൈം ത്രില്ലറായിട്ടാണ് സിനിമ എത്താൻ പോകുന്നത്. ഇനി ഇവിടെയും തീരുന്നില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 23-ലേക്ക് എത്തിയാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമ റിലീസാകുകയാണ്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമയായ പാട്രിയറ്റിൽ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിവരടങ്ങുള്ള വമ്പൻ താരനിരയാണ് ഒതുങ്ങുന്നത്. ആക്ഷൻ ത്രില്ലർ ജോണറിൽ പെടുത്താവുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. അങ്ങനെ ഏപ്രിലെ കാര്യം കഴിഞ്ഞു. ഇനി മെയ്യിലേക്ക് വരാം. മെയ്യിൽ പ്രധാനമായിട്ടും 2 സിനിമകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മെയ് 14-ന് റിലീസ് ചെയ്യുന്ന അതിരടി എന്ന സിനിമ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അതുമാത്രമല്ല, ബേസിലിൻ്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് അതിരടി. ഒപ്പം മെയ് 15-ന് ഒരു സിനിമ കൂടെ റിലീസാകുന്നുണ്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ഒറ്റ സിനിമ കൊണ്ട് മാത്രം മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട അഭിനവ് സുന്ദർ നായിക്കിൻ്റെ 2ാമത് ചിത്രം മോളിവുഡ് ടൈംസ് റിലീസാകുകയാണ്. ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം നസ്ലൻ നായകനായി എത്തുന്നതിൻ്റെ പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. എല്ലാം കൂടെ ഒന്ന് എണ്ണി നോക്കിയാൽ ഒരു 10-12 സിനിമകളാണ് വെക്കേഷൻ സീസണിൽ ഇതുവരെ റിലീസ് ചെയ്യാൻ പ്ലാനിട്ടുള്ളത്. എല്ലാ റിലീസും കൂടിയാകുമ്പോൾ ചിലപ്പോൾ അത് 20ഓളം എത്താനും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സിനിമ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാമോ?